ഹേ ഗായ്സ്, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെ ബ്രെയിന് പലപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യത്തിനോട് കൂടുതൽ ഡിപ്പെൻഡൻസി വരുന്ന ഒരു അവസ്ഥ. സപ്പോസ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒരു ഡേയിൽ നിങ്ങൾ ആരെങ്കിലും വഴക്ക് പറഞ്ഞു, അതായത് എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങൾ ചെറിയ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ ആരെങ്കിലും വഴക്ക് പറഞ്ഞു, ചുമ്മാ പറഞ്ഞായിരിക്കും. നിങ്ങളെ ബോസ്, നിങ്ങളെ ഓഫീസിലെ ബോസോ അല്ലെങ്കിൽ നിങ്ങളെ പാരൻസോ അങ്ങനെ ആരെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വഴക്ക് പറയുകയെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്രസംഗമോ കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ എന്തെങ്കിലും ഒരു പിഴ, എന്തെങ്കിലും ഒരു ചെറിയ വേർഡ് മാറിപ്പോവേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം വന്നു കഴിഞ്ഞാൽ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കും അല്ലേ. പക്ഷെ ആ ഒരു ദിവസം മൊത്തം നിങ്ങളൊരു ഡേ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ എപ്പോഴും തോട്ട് പ്രോസസ്സ് ചെയ്യുന്നത് എന്തായിരിക്കും? ആ വന്നിട്ടുള്ള ഒരു ചെറിയ നെഗറ്റീവ് കാര്യമായിരിക്കും നിങ്ങളുടെ ബ്രെയിൻ എപ്പോഴും തോട്ട് പ്രോസസ്സ് ചെയ്യുന്നത്. പക്ഷെ ആ ദിവസം വേറെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ടാവും. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലൊരു അച്ചീവ്മെന്റ് ചിലപ്പം നിങ്ങളെ ഓഫീസിൽ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ ക്ലയൻറ്റ്, ഒരു 4-5 ക്ലയൻറ്റിനെ നിങ്ങൾ കൂടുതൽ ഒപ്പിച്ചിട്ടുണ്ടാവും. അതിന് നിങ്ങൾക്ക് ഒരു അപ്രിഷിയേഷൻ കിട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എക്സാമിലോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ലൊരു മാർക്ക് വാങ്ങിയിട്ട് നിങ്ങൾക്ക് പേപ്പർ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിന് എപ്പോഴും കൊണ്ടു നടക്കുന്നത് ആ ഒരു നെഗറ്റീവ് തോട്ടായിരിക്കും. ഈ ഒരു പോസിറ്റീവ് തോട്ട്, നമുക്ക് വന്നിട്ടുള്ള അപ്രീസിയേഷൻ, അങ്ങനത്തെ കാര്യത്തിൻ്റെ ഒക്കെ ഒരു തോട്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് സമയം മാത്രമേ അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മളെ ബ്രെയിനിൽ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ഒരു നെഗറ്റീവ് തോട്ട് നമ്മൾ പിന്നെയും നമ്മൾ ആ ബ്രെയിനിൽ ഇട്ടിട്ട് നമ്മളിങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യുന്ന ഒരു അവസ്ഥ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. വളരെ ചെറിയ കാര്യമാണെങ്കിലും ആ ഒരു കാര്യം നമ്മളെ വല്ലാതെ എഫക്റ്റ് ചെയ്യും, നമ്മൾ ഫർദർ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനും വല്ലാതെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് മാത്രമുള്ള പ്രശ്നമാണ്? അല്ല, ഒരിക്കലും അല്ല. നമ്മളെ ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതായത് എപ്പോഴും സർവൈവൽ മോഡ് എന്നുള്ളൊരു ബേസിസിലാണ് നമ്മളെ ബ്രെയിൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾ പണ്ട് കാലം തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് ഈ ആദിമ മനുഷ്യന്മാർ കാര്യങ്ങളൊക്കെ കാട്ടിലൂടെ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാറ്റടിച്ചിട്ട് എന്തെങ്കിലും ഒരു പുല്ലിളകിയേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം അവർക്ക് തോട്ട് പ്രോസസ്സ് പോകുന്നത് എങ്ങനെയാ വെച്ചാൽ, ലൈക്ക് അവരെ അറ്റാക്ക് ചെയ്യാൻ ആരോ വരുന്നു എന്നുള്ളൊരു മോഡൽ ഓഫ് ആക്ഷനാണ് അവർക്ക് വരുന്നത്. അതായത് ഏതോ ഒരു വന്യമൃഗം അവിടെ വന്നിട്ടുണ്ട്, വെറുതെ നോർമലി കാറ്റ് തട്ടിയിട്ട് ഇളകിയതായിരിക്കും. ഓക്കെ, അപ്പോൾ ബ്രെയിൻ എപ്പോഴും സർവൈവൽ മോഡിന് വേണ്ടിയിട്ട് നെഗറ്റീവ് തോട്ട്സ് നമ്മളെ തലയിൽ നന്നായിട്ട് പ്രോസസ്സ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇത് നമ്മൾക്ക് ഓവർകം ചെയ്യേണ്ട വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എപ്പോഴും നമ്മൾ നെഗറ്റീവ് തോട്ട്സ് ചിന്തിച്ചിട്ട് നമ്മളെ ബ്രെയിനിൽ അത്തരത്തിലൊരു പാത്വേ, ന്യൂറോണൽ പാത്വേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ എന്ത് കാര്യം എടുത്താലും ആ ഒരു കാര്യം വളരെ ചെറിയ കാര്യമായാൽ പോലും നമ്മളെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ, നമ്മളെ ഫർദർ ഗ്രോത്തിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ആയി മാറിപ്പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ഡൗൺ ചെയ്യണം. അത് സ്റ്റോപ്പ് ഡൗൺ ചെയ്താൽ മാത്രമേ നമുക്ക് ഫർദർ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ള ഒരു ന്യൂറോ സയൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ഇന്നർ കോറിലുള്ളൊരു പാർട്ടാണ് അമിഗ്ഡാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ട്. ഈ പാർട്ടാണ് നമ്മളെ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അവിടേക്ക് വരുന്ന ഇൻഫോർമേഷൻസ്, അതായത് അവിടേക്ക് വരുന്ന കൂടുതലായിട്ടുള്ള നെഗറ്റീവ് ഇമോഷൻസിനാണ് ഇത് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ ബ്രെയിൻ എപ്പോഴും അതിലേക്കൊരു അട്രാക്റ്റഡ് ആയി പോകുന്നത്. പിന്നെ നമുക്കുള്ളൊരു കാര്യം പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്. 2 കോർട്ടെക്സ് ഉണ്ട്, അതിൽ ലെഫ്റ്റും റൈറ്റും ഉണ്ട്. അതിൽ ലെഫ്റ്റ് വണ്ണാണ് നമ്മളെ പോസിറ്റീവ് തോട്ട്സ് മെയിനായിട്ടും പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇമ്പൾസസ് ഉണ്ടാകുന്നത്. ഓക്കെ, പക്ഷെ റൈറ്റ് സൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെയിനായിട്ടും നെഗറ്റീവ് തോട്ട്സാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ പോസിറ്റീവ് തോട്ട്സ് മാക്സിമം എന്ത് ചെയ്യണം, നമ്മളെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം, തോട്ട് പ്രോസസ്സിൽ കൊണ്ടുവന്നിട്ട് നമ്മളെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിൽ പഴയതായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു പാത്വേ ഉണ്ട്. ആ ഒരു പാത്വേക്ക് പകരം പുതിയൊരു പാത്വേ നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്തെടുക്കണം. പുതിയൊരു ന്യൂറോണൽ പാത്വേ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ലൈഫ് നമ്മൾ മുന്നോട്ട് പോകുന്തോറും നമുക്ക് പോസിറ്റീവ് തോട്ട്സ് വന്നിട്ട് നമുക്ക് നല്ല രീതിക്കുള്ള ഒരു ലൈഫ് ലെഡ് ഡൗൺ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളും അത് തന്നെയാണ്. അതായത് എങ്ങനെ നമുക്ക് ഇത്തരത്തിലുള്ളൊരു നല്ലൊരു പാത്വേ നമ്മുടെ ബ്രെയിനിൽ ക്രിയേറ്റ് ചെയ്തിട്ട് എപ്പോഴും ഒരു പോസിറ്റീവ് തോട്ട്ഫുൾനെസ് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ വെറും 3 സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. ഈ ഒരു 3 സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ തന്നെ നമ്മുടെ ബ്രെയിനിനെ നമുക്ക് സർവൈവൽ മോഡിൽ നിന്ന് മെയിൻലി ഗ്രോത്ത് മോഡിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ കിട്ടും? നമുക്ക് സെൽഫ് ഡൗട്ട് എന്നുള്ള ഒരു പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാം. പിന്നെ നമുക്ക് ഇതിലൂടെ ഈ ഒരു നെഗറ്റീവ് തോട്ട്സ് ചിന്തിച്ച് വരുന്ന കുറേയധികം ഫിസിക്കൽ ഇൽനെസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, മെൻ്റൽ ഇൽനെസ്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിലുള്ള ഓരോ സ്റ്റെപ്സ് ഞാൻ പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡാണ്. അതായത് ഫീൽ ഗ്രാറ്റിറ്റ്യൂഡ് ടു യുവർ സെൽഫ്. അതായത്
നമുക്ക് എന്താണോ ഉള്ളത് അതിൽ നമ്മൾ എന്ത് ചെയ്യണം, സന്തോഷം കണ്ടെത്തുക. അതായത് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മുടെ ലൈഫിൽ നടക്കുന്നത്. ആ ഒരു ചെറിയ ചെറിയ കാര്യത്തിൽ ജോയ്ഫുൾനെസ് കണ്ടെത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ആ ഒരു നിങ്ങളുടെ ബ്രെയിനിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ലെഫ്റ്റ് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിൽ നമുക്ക് ഒരു പുതിയതായിട്ടുള്ള ഒരു പാത്വേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് പോസിറ്റീവ് തോട്ട്സ് നമ്മളെപ്പോഴും പ്രോസസ്സ് ചെയ്യുന്ന ഒരു പാത്വേ നമുക്ക് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു പാത്വേ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ പോസിറ്റീവ് തോട്ട്സിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചെയ്യാം, ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തിട്ടുള്ള 3 കാര്യങ്ങൾ നിങ്ങളെ ജേർണൽ ബുക്കിൽ റൈറ്റ് ഡൗൺ ചെയ്ത് വെക്കാം. അത് നിങ്ങൾക്ക് എഴുന്നേൽക്കുമ്പോൾ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെയ്യാം. എന്ത് ചെയ്യണം, 3 കാര്യങ്ങൾ. അത് വളരെ ചെറുതായിക്കട്ടെ. എന്തൊക്കെയായിരിക്കാം, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ട് ആരെങ്കിലും നിങ്ങളോടൊന്ന് നല്ല രീതിക്കൊന്ന് സ്മൈൽ ചെയ്ത് കാണിച്ചു, അത് നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് നമ്മുടെ ലൈഫിൽ നടക്കുന്ന എന്ത് ചെറിയ കാര്യങ്ങളുണ്ടെങ്കിലും ആ ഒരു ചെറിയ കാര്യം വരെ നിങ്ങൾ അതിൽ എഴുതി വയ്ക്കുക. അപ്പം എന്ത് ചെയ്യും, നമ്മളെ ബ്രെയിൻ എപ്പോഴും പോസിറ്റീവ് തോട്ട്സിനോട് ഒരു ഇഷ്ടം കാണിച്ചു തുടങ്ങും. ലൈക്ക് ആ ഒരു പാത്വേ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങളാണ് അവിടെ കണ്ടുവരുന്നത്. ഓക്കെ, പിന്നെ ഗൈസ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റീപ്ലേസ് നെഗറ്റീവ് തോട്ട് ലൂപ്പ്. ഓക്കെ, അതായത് നമുക്ക് നെഗറ്റീവ് ചിന്തകളെ നമ്മൾ മാറ്റിയിട്ട് പോസിറ്റിവിറ്റി ആക്കാൻ ശ്രമിക്കുക. സപ്പോസ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇപ്പം നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ ഈ ഒരു കാര്യത്തിന് ആപ്റ്റ് അല്ല, എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾ ആലോചിക്കുന്നതിന് പകരം നിങ്ങൾ എന്ത് ചിന്തിക്കണം, ഞാനിപ്പോൾ ഇതിൽ ചെറുതായിട്ട് മോശമാണ്, പക്ഷേ ഡേ ബൈ ഡേ അതിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സ് നിങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഡേ ബൈ ഡേ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവും അല്ലേ. ആ ഒരു പോസിറ്റീവ് തോട്ട്സാണ് നിങ്ങൾ എടുക്കുന്നത്. ഒരിക്കലും നെഗറ്റിവിറ്റി അല്ല നിങ്ങളെ കൊണ്ട് ഇത് കഴിയില്ല എന്നല്ല നിങ്ങൾ പറയുന്നത്. നിങ്ങൾ എന്ത് പറയുന്നു, നിങ്ങൾക്ക് ഓരോ ദിവസം കൂടുന്തോറും ഗ്രോത്ത് ഉണ്ട്, ഞാൻ പഠിക്കുന്നുണ്ട്, ഞാൻ ലേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആ ഒരു നെഗറ്റീവ് ലൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തെടുക്കാൻ പറ്റും. നിങ്ങളെല്ലാം പോസിറ്റീവായിട്ട് കാണാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിനെ പോസ് ചെയ്യുക. നമ്മൾ ബ്രെയിൻ വെച്ച് നമ്മളത് പോസ് ചെയ്തിട്ട് നമ്മളത് എങ്ങനെ പോസിറ്റീവ് തോട്ട്സ് ആയിട്ട് നമ്മളെ ബ്രെയിനിലേക്ക് കൊണ്ടുവരാമെന്ന് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത്തരത്തിലൂടെ നമുക്ക് നെഗറ്റീവ് തോട്ട്സിനെയും പോസിറ്റീവ് തോട്ട്സ് ആയിട്ട് ഒരു ലൂപ്പായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. നമ്മളെ ബ്രെയിൻ എപ്പോഴും ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിൻ എപ്പോഴും മാറ്റത്തിന് വിധേയമാക്കാം. അതായത് നമുക്ക് കറൻ്റ്ലി ഇപ്പോൾ നെഗറ്റീവ് തോട്ട്സ് ആണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് വെച്ചാൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ ഹാബിറ്റ്സ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യുന്നതിലൂടെ അത് നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നല്ലൊരു പോസിറ്റീവ് പാർട്ട് നിങ്ങൾക്ക് ബ്രെയിനിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡേ ബൈ ഡേ ഗ്രോത്ത് വരാൻ തുടങ്ങും. പിന്നെ മൂന്നാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡെയിലി റീറൈറ്റിംഗ് റിച്വൽസ്. ഓക്കെ, അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്ന കുറച്ച് ഹാബിറ്റ്സ് ആണ്. അതായത് നമ്മൾ ചെറിയ ചെറിയ റിച്വൽസ്, നമ്മുടെ പോസിറ്റീവ് തോട്ട്സ് ഇവോക്ക് ചെയ്യാനുള്ള കുറച്ച് റിച്വൽസ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതായത് നമ്മൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. അതായത് നല്ല എയർ ബ്രീത്ത് ചെയ്യുക, യോഗ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് തോട്ട്സ് നമ്മുടെ ബ്രെയിനിൽ നല്ല ന്യൂറൽ സ്റ്റിമുലേഷൻ ഉണ്ടായിട്ട് പോസിറ്റീവ് തോട്ട്സിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ബുക്കിൽ നിങ്ങൾക്ക് റൈറ്റ് ഡൗൺ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് റീഡ് ഡൗൺ ചെയ്യാം. അതിൽ ഇൻസ്പയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കാം, ഒരു നോട്ടിൽ നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കാം. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അവരെ നിങ്ങൾക്കൊന്ന് വിഷ് ചെയ്യാം. അവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പോസിറ്റീവ് തോട്ട്സ് അവരിലും നിങ്ങൾക്ക് ഏൽപ്പിക്കാൻ കഴിയും. അതായത് അവരെ കുറച്ചും കൂടി, അവരിപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് അവരിൽ ഒരു പോസിറ്റീവ് തോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ലൈഫിലും കൂടുതലായിട്ട് അത് ഹെൽപ്പ് ഡൗൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ റിച്വൽസ് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസം നിങ്ങൾക്ക് ഈ ഒരു തോട്ട് പ്രോസസ്സിൽ കാണാൻ കഴിയും. അപ്പോൾ ഗൈസ്, ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക, ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതായത് നമുക്ക് ചേഞ്ചസ് വിസിബിൾ ആയിട്ട് കാണാൻ കഴിയും. ഒരു 4 to 5 months കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് കറക്റ്റായിട്ട് വിസിബിൾ ചെയ്ത് കാണാൻ കഴിയും. ലൈക്ക് നിങ്ങൾ തോട്ട് പ്രോസസ്സ് ഒരുപാട് മാറിയിട്ടുണ്ടാവും. അതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട്, റിസർച്ചേഴ്സ് ഇത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഇത്തരത്തിലുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്, നെഗറ്റീവ് ലൂപ്പ് പ്രോസസ്സ് കാര്യങ്ങളിലൊക്കെ പുറത്ത് കിടക്കുക, ഇത്തരത്തിലുള്ള പോസിറ്റീവ് തോട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ഒരുപാടധികം തിക്കനിങ്ങും, അതായത് ആ ഒരു പാത്വേ ക്രിയേറ്റ് ചെയ്തു എന്നുള്ള തെളിവാണ്. നമ്മൾ MRI സ്കാന് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് വിസിബിൾ ആയിട്ട് തന്നെ കാണാൻ കഴിയും. ഓക്കെ, അതായത് നമ്മുടെ ലൈഫിൽ നല്ല രീതിക്ക് ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങും. നമ്മൾ എല്ലാത്തിനെയും പോസിറ്റിവിറ്റിയോടെ കാണാൻ സാധിക്കും. അതായത് പണ്ട് നമ്മൾ ഒരു കാര്യം, ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തരുന്ന കാര്യമൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരു പോസിറ്റീവ് തോട്ട് പ്രോസസ്സിലൂടെ നമ്മൾ കാണാൻ കഴിയും. ഓക്കെ,
അപ്പോൾ അത്തരത്തിലുള്ള ചേഞ്ചസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വരുത്താൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ആ നെഗറ്റിവിറ്റി ഫീൽ ചെയ്തിട്ട് ഓരോ ഡേയും നിങ്ങൾ വേഴ്സ്ഡ് ഔട്ട് ചെയ്ത് കളയുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഓൺ ചെയ്യുക. അതായത് ഒരു ഡേ മൊത്തം നമുക്ക് പോയിട്ടുള്ള സാഹചര്യം വരെ ഉണ്ടാവുക. അതായത് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി, ആ ഒരു ചെറിയ കാര്യം നമ്മൾ ചിന്തിച്ച് ആ ഒരു ദിവസം മൊത്തം നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാത്തിനും ഒരു പോസിറ്റീവ് പെർസ്പെക്റ്റീവിൽ കാണാൻ ശ്രമിക്കുക. സപ്പോസ് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കൂടി തരാം. നിങ്ങളിപ്പം എക്സാം ഡേയ്സ് നിങ്ങൾക്ക് അടുത്തു എന്ന് വിചാരിച്ചോ, നിങ്ങൾ 2-3 ദിവസം പഠിച്ചില്ല, അപ്പോൾ നിങ്ങൾ തോട്ട് പ്രോസസ്സ് പോകുക വെച്ചാൽ നാളെ പഠിക്കാമെന്നുള്ള ഒരു ചിന്തയിൽ പോകും. അടുത്ത ലാസ്റ്റ് നിങ്ങൾ ചിന്തിക്കുക എന്താ വെച്ചാൽ ഇനി പഠിച്ചിട്ട് നടക്കില്ല, നെഗറ്റീവ് ഇമ്പാക്റ്റ് വന്നു. പക്ഷേ അപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് കൂടുതലായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കി പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പകുതിയിലേറെ മാർക്ക് കാര്യങ്ങളൊക്കെ വാങ്ങി പാസ്സാവാൻ കഴിയും. ഓക്കെ, പക്ഷേ അത് നമ്മൾ ചിന്തിക്കില്ല, നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നെഗറ്റിവിറ്റിയാണ്. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് മാക്സിമം പോസിറ്റീവ് തോട്ട് പ്രോസസ്സ് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് കൺവേ ചെയ്യാനുള്ളത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം നമ്മളെ ഒരു ചുറ്റുവട്ടം പോസിറ്റീവായിരിക്കുന്നതാണ് എല്ലാവർക്കും എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഇതിന് നല്ല വീഡിയോസ്, അതായത് ലൈഫ് ചേഞ്ചിങ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ നവനീത് സൈനിങ് ഓഫ്.